ജിയോയുടെ ജിയോ ഫൈബർ വന്നേക്കാണ്. നമ്മൾ ജിയോയുടെ എയർ ഫൈബർ മാക്സ് ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ടവർ ഏകദേശം 300 മീറ്ററിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതോട് ചെയ്യാൻ പറ്റുള്ളൂ. റിസീവറിന് കണക്ട് ചെയ്തതിന്റെ കേബിൾ നേരെ വന്ന് ഇതിനകത്തോട്ടാണ്. പിന്നെ ഇവിടെ നമുക്കൊരു 4 പോർട്ട് വന്നിട്ടുണ്ട്, സിസ്റ്റത്തിലോട്ടും അതുപോലെ നമ്മുടെ ജിയോ സെറ്റ് ബോക്സിലോട്ടോ കണക്ട് ചെയ്ത് പോരാൻ വേണ്ടിയിട്ടുള്ളതാണ്. വൈഫൈയും കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ 1111 രൂപയ്ക്കാണ് നമ്മളെ പ്ലാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇത് 4K ഉണ്ട് സെറ്റ് ബോക്സ് തന്നെ. ഇതുകൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആണ്. ജിയോ TV പ്ലസ്, ഹോട്ട്സ്റ്റാർ, പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ C5, സോണി ലൈവ്, അങ്ങനെ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള OTT പ്ലാറ്റ്ഫോംസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്കൊരു 4K വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്ത് നോക്കാം. യാതൊരുവിധ ബഫറിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ PC യിലാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 28 to 29 വരെ നമുക്ക് സ്പീഡിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വൈഫൈയിലും 29 to 30 Mbps നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് എഴുതണം. ഞാനെടുത്ത സ്പീഡ് എനിക്ക് ഏകദേശം സെറ്റപ്പ് 30 Mbps കിട്ടുന്നുണ്ട്. 28-ന് താഴെ പോകുന്നില്ല. ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.